ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് ക്രിസ്പി. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി ചാപ്റ്റർ 1 എക്സ്ട്രീം ആണ്. പക്ഷേ ഇതൊരു ശപിക്കപ്പെട്ട ഗ്രാനിയാണ്. ഓക്കെ ഗൈസ്, ഇത് ഗ്രാനി ചാപ്റ്റർ 1ൻ്റെ ഒരു മോഡാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഈ കേസ്ഡ് ഗ്രാനി ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ നോക്കി തന്നെ കാണുക. എക്സ്ട്രീമിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 25 വെക്കുവാണ്. എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നേരെ ഞങ്ങൾക്ക് എങ്ങനെയാ വീഡിയോയിലോട്ട് കടന്നേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ എത്ര സ്കെയറിയാണ് ഈ ഗ്രാനി എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ഇന്ന് വിത്തൗട്ട് ഡൈയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് മുമ്പത്തെ ഗെയിം പ്ലേ ആണ്. പ്രീസെറ്റ് ഫോർ ഡോർ എസ്കേപ്പ്. ബേസ് ഞങ്ങളെങ്ങനെ നേരെ റീസ്പോൺ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ബേസ് എടുക്കുക, എറിയുക. പുള്ളിക്കാരുടെ സ്പോൺ പോയിന്റ് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നില്ല, എനിക്കറിയത്തില്ല. എവിടെ വന്ന് വേണമെങ്കിലും പൊട്ടിക്കുക. ഒരുപാട് ഇരുട്ടാണ്, കണ്ടില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല എനിക്ക്. ഓക്കെ ബേസ് ഞങ്ങൾക്ക് ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. വേഗം പോ. ഓക്കെ, നേരെ ഇല്ല, ഞങ്ങൾക്കൊന്ന് ലിവർ വലിക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ലിവർ വലിച്ചിട്ടുണ്ട്. ബേസ് ഇവിടെ വെപ്പൺ കീ ഉണ്ട്. ഞങ്ങൾക്ക് നേരെ ചെന്നെടുക്കുന്ന റിമോട്ടാണ്, റിമോട്ട് കൺട്രോളാണ്. പെപ്പർ സ്പ്രേ അടിക്കാൻ പോകുന്നില്ല ഗൈസ്, ഭയങ്കര ഇരുട്ടാണ്. ഹൈലി ഡാർക്ക്നെസ് ആയിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാക്കുന്നതാണ്. ഈ AI എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഭയങ്കര അഗ്രസീവ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലിപ്പ് കണ്ടില്ലേ, ഭയങ്കര ഒരു സ്കേറി തന്നെയാണ് ഞാൻ പറഞ്ഞു തരുമ്പോൾ തന്നെ. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് പുള്ളിക്കാരത്തിൽ നിന്ന് പുകച്ചുകൂടാ. ഞങ്ങളുടെ സ്ട്രാറ്റജി എല്ലാം ഉപയോഗിക്കേണ്ട സമയമായി. ഗ്രാനി ചാപ്റ്റർ 1. ഗ്രാനി ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ കളിക്കാറില്ല ഗൈസ്. അത് എക്സ്ട്രീം. എല്ലാവരും ഗ്രാനി ലെഗസിയിലോട്ട് മാറിയതുകൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ ക്രേസി ഗെയിമർ മാത്രമേ ഉള്ളൂ എക്സ്ട്രീമിൻ്റെ കാർസ്കേപ്പ് കിട്ടാൻ കണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളുടെ പുള്ളിക്കാരത്തി ഞങ്ങൾ പോയിക്കായിട്ടിട്ടുണ്ട്. കണ്ടൊന്നും കാണുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ക്രിയേച്ചർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ചില ഏരിയാസൊക്കെ ഭയങ്കര ഡാർക്കർ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രാനിയെ സ്പോട്ട് ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഐറ്റംസും പിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഹാർഡായിരിക്കും, എക്സ്ട്രീംലി ഹാർഡാണ്. ഓക്കെ, പക്ഷേ ഞങ്ങൾ ഇത് എസ്കേപ്പ് ചെയ്തിരിക്കും. ഇത് കാർത്തിക് ക്രിസ്പിയാണ്. ഓക്കെ, റോഡ് ടു 1K ആണ്. എല്ലാവരും അടിച്ചു പൊട്ടിക്കണേ. ഏതാണ്ട് ഇനിയും കുറച്ചും കൂടെ ഉള്ളൂ. ഈ സെറ്റൊന്ന് പാഡ്ലോക്ക് എടുക്കാം. ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നു. ഓക്കെ ബേസ്, ഞങ്ങൾ പാഡ്ലോക്ക് എടുത്ത് ഇതുകൊണ്ട് അയക്കാം. ലോക്ക് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഗ്രാനി ഒന്നും കൂടെ വിളിച്ച് വരുത്താനുണ്ട്. ഓക്കെ, നമുക്ക് ബേസ് അങ്ങോട്ട് എറിയുക. ഓക്കെ, പുള്ളിക്കാരത്തി അവിടെ കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്യുന്നുണ്ട്. ജംസ്കെയർ ഇട്ടിക്കെങ്കിൽ നല്ല സുഖമുള്ള സാധനമാണ് മോനെ. കുറച്ചുകൂടെ ഇതാണ് ഗൈസ് ഞാൻ വിചാരിച്ച പോലത്തെ ജംസ്കെയർ ഗൈസ്. ഒരു ഹൊറർ അനലോഗ് പോലെ തന്നെയാണ് ഗൈസ് ഈ ഗ്രാനി മോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ ടെക്സ്ചർ മാത്രമല്ല മാറ്റി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചേസ് മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാത്തിനും ഒരു പക്ക റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഗ്രാനിയെ പിന്നെയും ഫോക്കസിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴേ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത് ഇൻ കേരള ഈ മോഡ്. എവിടുന്ന വെഞ്ചാൻഡിൽ എടുക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് പോയി ഹാമർ എടുക്കണം. ഹാമർ എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിതങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരത്തി 15 സെക്കൻഡത്തേക്ക് പോയിട്ടുണ്ട്. ഉടനെ എണ്ണീറ്റ് വരും. ദൂരെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാരത്തി. അത് അങ്ങനെ ദുഷ്ടിയാ, കണ്ണുപോലും കാണത്തില്ല. ഇത് നോക്കണ്ട, ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഐറ്റംസിൻ്റെ കളറും വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതാണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, പുള്ളിക്കാരത്തി ഇവിടെ അങ്ങോട്ടുണ്ട്, കാണാൻ പറ്റത്തില്ല. എങ്ങനെ ഒന്ന് മാറിപ്പോയാലോ. കണ്ടോ ഗൈസ്, കണ്ണ് കാണാത്തതുകൊണ്ട് ഈ എതിലെ കൂടെ ഞാൻ പോകുന്നത് അതുകൊണ്ടോ. ഓക്കെ, ഇത് നേരെ ചെല്ലുക. നിങ്ങൾക്ക് ഇന്ന് വെപ്പൺ എടുക്കണം. ഒന്നും കാണാൻ പറ്റില്ല. കണ്ടോ, ഇതെന്തോ ഇത് ക്രോസ് പോയിട്ടിട്ടുണ്ട്. ഇനി ഗ്രാനിയെ തീർക്കാൻ സമയമായി. കുറേ കാലമായി ഇതുപോലെ നിന്ന് കൊടുത്തിട്ട്. വരുന്നുണ്ടോ നോക്കാം. ഉയ്യോ, എന്നാ ടെക്സ്റ്ററാണ് ഗ്രാനിക്ക്. മാറുകയല്ലേ, ഇതൊക്കെ എന്നാ എളുപ്പമുള്ള പരിപാടി എന്നറിയാവോ. ഇവരൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുള്ളതാ. പിന്നെ ഞങ്ങൾ റോബോട്ട് ഗ്രാനിയെ തട്ടി ഞങ്ങളാ. പിന്നെ ഇത് അത് EXE നൈറ്റ്മെയർ വിത്ത് അപ്പൂപ്പൻ എക്സ്ട്രാ ട്രാപ്സ്. എന്നോടാണോ ഈ കേസ്റ്റ് ഗ്രാനിയായിട്ട് വന്നിരിക്കുന്നത്? എത്ര സ്കെയറി ആണെങ്കിൽ ഞങ്ങൾ വിത്തൗട്ട് ഡൈയിങ് തന്നെ ചെയ്യത്തുള്ളൂ. ഞാൻ കുറച്ച് മുമ്പത്തെ ഗെയിം പ്ലേയിൽ എന്നെ കുറേ പൊക്കി. എനിക്ക് ഈഗോ കയറി. ഈഗോ അല്ല, എൻ്റെ ഗ്രേറ്റ്നെസ്സിനെ പുള്ളിക്കാരത്തി ടച്ച് ചെയ്തു. പൈനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് നേരെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഞങ്ങൾക്കത് അയക്കാം ജസ്റ്റ് ഒന്ന് ഇൻ കേസ്. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഹാമർ എടുക്കാം. അതവിടെ കിടക്കട്ടെ. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാമർ എടുക്കാം, അതായിരിക്കും ബുദ്ധി.
ഓക്കെ, ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഗ്രാനി ഇങ്ങനെ ശപിക്കപ്പെട്ട ഗ്രാനി. ഓക്കെ, കഴിഞ്ഞ് പുള്ളിക്കാരത്തി പോയിട്ടുണ്ട് ഇവിടുന്ന്. ഏതായാലും ഞങ്ങൾക്ക് നേരെ ചെന്ന് ഹാമർ എടുക്കണം. ഇതൊന്ന് കറക്കി തീരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം അങ്ങോട്ട് തികയും. കറങ്ങി വരുന്നുണ്ട്. വരുന്നുണ്ട്. ഞങ്ങൾക്ക് നേരെ ഹാമർ എടുക്കണം. അതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് എല്ലാ പരിപാടിയും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. സീവറി ചെല്ലുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കഷ്ടകാലം. ഒന്നാമത് ഇവിടുന്നേ കണ്ണ് കാണുന്നില്ല. ഇത് കണ്ടോ കേസ്, നിങ്ങൾക്ക് തോന്നുമോ ഇത്ര ഡാർക്ക്നെസ്? അത് മൊബൈൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഡാർക്ക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അൺതിങ്കബിൾ ആണ്. ഓക്കെ, പക്ഷെ ഞാൻ ഇന്ന് മാറ്റി തിരുത്താൻ പോവാണ്. ഞാൻ കുറേ കേസ് ഗ്രാനി ലെഗസി ഞാൻ കളിക്കത്തില്ലെന്ന് വെച്ച് ഞാനൊന്ന് റിട്ടയർമെന്റ് എടുത്തു. ഷോർട്ട് ഗ്രാനി പോട്ടെ. എനിക്ക് സ്ട്രെയിൻ ചെയ്തുള്ള ഗെയിം പ്ലേസ് എനിക്കൊന്നും വേണ്ട. എന്നാൽ എൻ്റെ വ്യൂവേഴ്സ് ആണ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കൊമ്മാലെ ട്രാപ്പ് കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ട്രാപ്പ് ഇട്ട് നശിപ്പിക്കുന്നു തള്ളേ. ഓക്കെ, മടക്കോട്ട് കയറാം. ഞങ്ങൾ ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക, അല്ലെങ്കിൽ എക്സോട്ട് എവിടുന്ന് വേണമെങ്കിലും കിട്ടും. ഞങ്ങളിവിടെ താഴായിട്ട് ഞങ്ങൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് എടുക്കണം. ഒരുപാട് സമയം കളയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ ചുമ്മാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാര്യമായിട്ട് എല്ലാം വേണമെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിപ്പ് കട്ട് ചെയ്ത് തന്നെ മെയിൻ പാർട്സ് മാത്രമായിട്ട് വീഡിയോ ചെയ്യുക. ഓക്കെ, എനിക്ക് നേരം മണ്ടക്കോട്ട് കയറി പോകണം. ഒന്നും കാണുന്നില്ല. ഇത് കണ്ടോ? എന്തു ഇത്? ആ മൂലക്കോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഞാൻ പറയാമല്ലോ, നൈറ്റ് മേ ട്രക്സ്റ്റർ അല്ല, എന്തൊക്കെ പറഞ്ഞാൽ എലിയില്ല. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് സ്റ്റിൽ AI സ്റ്റിൽ ഈസ് അഗ്രസീവ്. അത് ഞാൻ കഴിഞ്ഞ റീസെർച്ച് ചെയ്തിട്ട് കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സിസ്റ്റർ കോഷ്യസ് ആയിട്ട് കളിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു സ്പീഡ് റൺ മോഡ് ആക്ടിവേറ്റ് ആക്കിയിട്ട് ഗ്രാനിയുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളതായിരുന്നു. പക്ഷേ ഇച്ചിരി ഡാർക്കറുമാണ്. ഇച്ചിരി എന്നല്ല, ഒരുപാട് ഡാർക്കറാണ്. EXEക്കാളും ഡാർക്കറാണ്. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ കളിച്ചിടത്തോളം വെച്ച് ഞാൻ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇവിടെ EXE. അതുകൊണ്ട് ഞാൻ പറയാം, വേഗം പോവാം ഗൈസ്, വേഗം പോവാം. അയ്യോ, അടി കയറിയിരുന്നോ? കയറി. അയ്യോ, ഞാൻ കയറി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇരുട്ടാ. അയ്യോ, ജസ്റ്റ് യൂസ് അങ്ങനെ കണ്ടു. ഇച്ചിരി വൈകിരുന്നെങ്കിൽ എക്സോട്ട് കിട്ടിയ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റിസ്കി എലമെൻ്റ് ഉള്ളതാണ് ഈ ഗെയിമിനകത്ത്. ചടിക്കും. നിങ്ങൾക്ക് സ്പൈഡർ കീ കിട്ടിയിട്ടുണ്ട്. ഇത് ചെന്നുകൊണ്ട് താഴോട്ട് പോകണം. പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ ഞങ്ങൾ രക്ഷപ്പെടുത്തുള്ളൂ. ഓക്കെ, അങ്ങോട്ട് വെക്കുക. ചടിയേക്കാം ഇപ്പം തന്നെ. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. മറ്റേതുപോലെ ഞങ്ങൾ മാസ്റ്റർ കീ എടുക്കാൻ വേണ്ടിയിട്ട് വെപ്പണും ചെയ്തായിരുന്നു. പെപ്പർ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഞങ്ങൾ കാർ കീ എടുക്കുക, ബേർഡ് സീഡ് എടുക്കുക, നേരെ പോവുക. നമ്പർ കിട്ടി. യെസ്, നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് താഴോട്ട് ഇടാം. ആ സമയമാകുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ നിന്ന് എക്സോട്ട് അടിച്ചിടും. ഓക്കെ, ആൻജീന പോയിട്ടുണ്ട്. പുള്ളിക്കാരത്തി വച്ച മൂലിക്കോട്ടെ പോയിരിക്കുന്നതുകൊണ്ട് സുഖമായിട്ട് പോയി മെല്ലെടുക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ നമ്പറും കിട്ടി. ഏതാണ്ട് ലക്കുണ്ട്. വിത്തോട്ടായെങ്കിൽ കൺഫേം ആണ്. തുറക്കട്ടെ. കിട്ടി. യെസ്, സംതിങ് ഈസ് ഇൻസൈഡ് ദ മെൽ. അതാണ് ഞങ്ങൾക്ക് പാഡ്ലോക്ക് ചെയ്യാന്ന്. ഇനി ആഞ്ചലിനെ ഒന്ന് കാണുന്നത്. കണ്ടോ ഗൈസ്? ഹായ്, ഹലോ. പുള്ളിക്കാരുടെ ആ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടോ? സ്കേറി എന്നൊക്കെ പറഞ്ഞ് ആബ്സൊല്യൂട്ട് സ്കേറി. പിള്ളേർക്കൊന്നും ഇതൊന്നും താങ്ങാൻ പോലും പറ്റത്തില്ല, പറയാമല്ലോ. ഓക്കെ, നൈറ്റ്മെയർ ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയാണ്. ഇതുപോലത്തെ ഒക്കെ നല്ല മോഡുകൾ വരുവാണെങ്കിൽ അത് തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ബാക്ക് റൂംസിൻ്റെ ഉണ്ട് മോഡ്. അത് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് വെച്ച് കാർ സ്കേപ്പ് ചെയ്യാം. കാർ സ്കേപ്പ് കുറേ ചെയ്തിട്ട് 2024 അവസാനമായിട്ട് ചെയ്തത്. അതെൻ്റെ പഴയ ചാനൽ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അതിൻ്റെയും കൂടെ എല്ലാത്തിനും ടൈം വേണ്ടേ. 1K ഒക്കെ ആവാറായി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് ഈയിടെയായിട്ട്. ചടിക്കും. ഓക്കെ, പുള്ളിക്കാരത്തി ഇട്ട് പുകയ്ക്കാൻ സമയമായി. 1K സ്പെഷ്യൽ ഗ്രാനി ഫ്രൈ. ഓക്കെ, ഇങ്ങോട്ട് ഇടുക, തള്ളയിട്ട് പുകയ്ക്കുക. അത്രേ ഉള്ളൂ. മിഷൻ ഏതാണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. 2026 ഗ്രാനി എക്സ്ട്രീം കളിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഗ്രാനി ലെഗസി അല്ല പറയുന്നത്, സാധാ ഗ്രാനി. ഓക്കെ, പൈസ പുള്ളിക്കാരത്തി ഞങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്. ഇനി നേരെ മണ്ടക്കോട്ട് കയറണം. കൊമ്മാലേ ട്രാപ്പ്. ഇതങ്ങോട്ട് കയറി പെട്ടിരുന്നെങ്കിൽ എന്നാലും തീരത്തില്ല. പുള്ളിക്കാരത്തി ഞാൻ പോക്കൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ അല്ലാതെ അത്രേ ഉള്ളൂ. ഒരു മിസ്റ്റേക്കും കൂടാതെ എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നേരെ ഞങ്ങൾക്ക് മേലം പൊട്ടിച്ച് ഗ്രാനി എത്തിയിട്ടുണ്ട്. മേലം പൊട്ടിച്ച് ഞങ്ങൾക്ക് നേരെ പാഡ്ലോക്ക് കീ എടുക്കുക. ആ ലിവറൊന്നും കാണുന്ന പോലും ഇല്ല. ഞാൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പിടിച്ച് ഞെക്കിയിട്ടാണ് വരുന്നത്. ഇത് കുറച്ചായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി വരും. ഓക്കെ, സൈലോട്ടിരിക്കാം ഗൈസ്. പുള്ളിക്കാരത്തി വരുന്ന ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട് വൃത്തിയായിട്ട്. ഓക്കെ ഓക്കെ, ചാടിക്കോ. കാണത്തില്ല ഇവരെ. സ്ട്രാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. പെട്ടാ തീർന്ന്. ഗ്രാനി ലെഗസി ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് ഇത് വെച്ച് കമ്പയർ ചെയ്യാനൊന്നും നിൽക്കല്ലേ. ഞാൻ പറയാം, അത് കളിക്കുന്ന പോലെ ഞാൻ ഗ്രാനി സാധാ ഗ്രാനി കളിക്കുന്നേ. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങോട്ട് ചാടിക്കൂ. ഇറങ്ങി കിട്ടോ. പുള്ളിക്കാരത്തിയൊക്കെ കയറി ഇങ്ങ് പോക്കാം. ഓക്കെ, ആട്ടെ പോന്നു. അയ്യോ, ജസ്റ്റ് ബൈ ഗ്രാനി. ഇനി ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യുമ്പോൾ കാണാവേ. ഇനി ഇഷ്ടംപോലെ ജംപ് സ്കെയറുകൾ കിടക്കുന്നു. കാർ കീ എടുക്കുക. ഞങ്ങൾക്ക് നേരെ ചെന്ന് ബെഡ് സീഡ് എടുക്കണം. ഞാൻ പറഞ്ഞില്ല പെപ്പർ സ്പ്രേയുടെ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ഗെയിം പ്ലേ അങ്ങോട്ട് പെട്ടെന്ന് തീർന്നതിനെ. ഞാൻ പറയാം, ഗ്രാനി ലെഗസി സാധാരണ നല്ല വ്യത്യാസമുണ്ട്. പൊട്ടൻഷ്യലി ഈ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ടാണ് ഗ്രാനി സാധാ ഗ്രാനിയേക്കാളും എളുപ്പത്തിൽ എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ. പുള്ളിക്കാരത്തി അവിടെ എങ്ങാണ്ട് വന്ന് ഇപ്പോൾ ഉണ്ട്. എന്തുവെന്ന് വെച്ചാൽ നടന്നു കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റില്ല. സത്യത്തിൽ ഇരുട്ടായതുകൊണ്ട് ഞാൻ കണ്ടില്ല, ഞാൻ കയറിയില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ ഒന്നും കൂടെ വിളിച്ചു വരുത്തണം. ഇങ്ങനത്തെ ചില കുറുക്കുവലികളിലൂടെയാണ് എനിക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ സ്കേറി തള്ളയിൽ നിന്ന്. ഓക്കെ, കേഴ്സ്ഡ് ഗ്രാനിയോ എന്ത് റോബോട്ട് തള്ള തട്ടിയിട്ട് എന്നോടാ കേഴ്സ്ഡ് ഗ്രാനി. എത്ര സ്കേറിയാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. എന്ത് വിഷയമെന്നോ. ഇപ്പോൾ പുള്ളിക്കാരത്തി പോകും. നമുക്ക് നേരെ തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ യെസ്, ഫൈനലി നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്യാനായിട്ട് പോവാം. 1 2 3 4 5 ബാക്കി 6 7 8 9 10. എന്നെ ഒന്ന് വാട്ട് ഇമോഷണൽ ഡാമേജ്. അപ്പോൾ ഗൈസ്, ഞാനാണ് ഈ സാധനം അങ്ങോട്ട് വലിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഈ ലിവർ അതാണെങ്കിലും ഒരുപാട് പണി തരികയും ചെയ്തു. ജസ്റ്റ് യൂസാണ്. ഗ്രാനി ഏതായാലും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഞങ്ങൾക്ക് പുള്ളിക്കാരത്തെ വരുത്താം. അതിനുശേഷം ഞങ്ങൾക്ക് സുഖമായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫൈനലി എസ്കേപ്പ് ചെയ്യാനായിട്ട് പോവാം. ഒരു ട്രാപ്പൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ ഫൈനലി എസ്കേപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഗ്രാനീസ് കേഴ്സ് ചാപ്റ്റർ 1 എക്സ്ട്രീമിലാണ് ഞങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീമിൽ. ഓക്കെ, ഇത് ഈ മോഡ് ഇറങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഓർക്കുക, ലൈക്ക് സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ലൈക്ക് ടാർഗറ്റ് 20 പറഞ്ഞല്ലോ. റോഡ് ടു 1K ആണ്. എല്ലാവരും അടിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.